സുരേഷേട്ടാ, ആളെ മനസ്സിലായ? ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുട്ടികളില്ലാത്ത. ഇപ്പൊ മനസ്സിലായി. ജോലി പുറത്തായ കൊണ്ടേ നാട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. അല്ല, രാജമേച്ചി വന്നിട്ടില്ലേ? പരിപാടി ലേറ്റ് ആവല്ലോ. പിന്നെ അമ്മ ബൈക്കിനാന്നേ വന്നേ. ബൈക്കൊക്കെ മാറ്റി കാറ് വാങ്ങണ്ടേ? ആള് കൂടുമ്പോ അങ്ങനല്ലേ വേണ്ടത്. കാറൊക്കെ നല്ലതാ, പക്ഷെ ലോണ് വല്ലാത്തൊരടവാ. ലോണൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാ? ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ പാടി നടക്കണ അല്ലേ നകുല? അതെ അതെ അതെ. അല്ല, നിങ്ങളിങ്ങനെ നടന്നാ മതിയാ? ഒരു കുഞ്ഞുവാവൊക്കെ വേണ്ടേ? അത് നമ്മ ഇപ്പോഴേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുഞ്ഞല്ലായാലില്ലേ, നമുക്കിതുപോലെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നും പറ്റൂല. പിന്നെ ഇപ്പൊ നമ്മ എൻജോയ് ചെയ്യേണ്ട സമയല്ലേ, അല്ലേ? ശരിയേ? അതെ, ഈ ബൈക്കിൽ തൊട്ടുരുമ്പി പോകുമ്പോ കിട്ടുന്ന സുഖമില്ലേ, അത് കാറിൽ പോയി കിട്ടൂല. അതാണേ. അപ്പൊ എന്റെ ഫസ്റ്റ് മെഡിസിൻ ഏറ്റു. ആൾക്കാരെ ഓടിക്കാൻ പഠിച്ചില്ലേ? നന്നായി. നമ്മുടെ മനസ്സിനൊരു ബലം വേണം, അന്നേരം എടുക്കുന്ന മെഡിസിന് ഗുണം കിട്ടും. ഇനി രണ്ടുപേർക്കും ഓരോ ടെസ്റ്റോടുണ്ട്. ടെസ്റ്റ് ഞാൻ എഴുതി തരാം. വലിയുണ്ടോ? സ്മോക്കിംഗ് ഉണ്ടോന്ന്? സ്മോക്കിംഗ് ചെറുതായിട്ട്. സ്മോക്കിംഗ് കൗണ്ട് കുറയ്ക്കും. ഏതായാലും ടെസ്റ്റ് വരട്ടെ. കൗണ്ട് കുറവാണെങ്കിൽ വലിയ നിർത്തേണ്ടി വരും. ഇതാ നിർത്തിയരെ ഒരു ഗുണവുമില്ല. പറഞ്ഞു കൊടുക്ക്. അപ്പൊ പറഞ്ഞ പോലെ. എടാ, സിഗരറ്റ് വലിച്ചാൽ കുറയെങ്കിൽ ഷുക്കൂറിനെ കുറയണ്ടേ? ഓനി വലിക്കുന്നവരും കൂടുതലേന്ന്. അടുത്ത വിത്തിറക്കണ്ടേ? ആദ്യം ഇവന്റെ വിത്തൊന്ന് പിടിക്കട്ടെ. ഒരു പൊഫോട്ടെ. എടാ നൗല, വലിയ നിർത്താണെ തന്നെ കൗണ്ട് ഉണ്ടെന്ന് ഞമ്മക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് ഇനി എന്തിനാ തെളിയിക്കുന്നത്? എനിക്ക് ഓൾറെഡി 4 ഔ ശരിയാണല്ലോ. എന്നാ ഈ തെളിക്ക്. ഇന്റെ കൗണ്ട് കണ്ടിട്ട് ആ ഡോക്ടറെ കണ്ണു കളണം. അല്ലടാ എത്തോ? നീ പറഞ്ഞ കറക്റ്റാടാ. എടാ, ഈ ഞമ്മളെയും കൂടി പ്രശ്നം. അതുകൊണ്ട് നീ ഒരു കണക്കിന് വിട്ടുകൊടുക്കരുത്. കട്ടക്കണം. നീ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് എടുത്തടാ. ബാക്കി അമ്മ വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ, എന്താ? സിസ്റ്റർ, ഇവിടെ മെയിൽ നഴ്സുമാരും ഇല്ലേ? ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു? അത് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ മെല്ലെ പറഞ്ഞ എങ്ങനെയാ? കുറച്ച് ഒച്ച പറ. ഓ, സെമൻ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. ഇതിനാണോ പറയാൻ പഠിച്ചേ? എങ്ങനെ, വീട്ടിൽ നിന്നാണോ എടുക്കുന്നത് അതോ ഇവിടെ നിന്നാണോ എടുക്കുന്നത്? വീട്ടിൽ നിന്നാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കണം. ഇതിൽ കളക്ട് ചെയ്താൽ മതി. അവിടെയാണ് ടോയ്ലറ്റ്. ഇതിലാണ്ടായി ഒന്ന് പെട്ടെന്ന് ഇറങ്ങാം. വാ 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 ഇരിക്കേ. എന്തേ? റിസൾട്ട്. റിസൾട്ട് അല്ലേ? ഈ കൗണ്ട് വെച്ചോണ്ട് ഒന്നും നടക്കില്ല കേട്ടോ.
കൂടാനുള്ള മെഡിസിൻ ഞാൻ എഴുതി തരാം. പിന്നെ മെഡിസിൻ എടുക്കുമ്പോൾ ആ സ്മോക്കിംഗ് അങ്ങ് നിർത്തിയേക്കണം. ഞാനത് പറഞ്ഞല്ലേ. വലിപ്പിക്കരുത് കേട്ടോ. കൂടിക്കോളും. കൂടെ അവിടെ പോകാനാ. കുറച്ചും കൂടി ഒന്ന് ഉത്സാഹിക്കായിരുന്നു. നിനക്കൊക്കെ എന്തും പറയാം. ഞാൻ ഉപയോഗിക്കുന്ന അവസ്ഥ എനിക്ക് അത്രേ അറിയുള്ളൂ. അപ്പൊ എന്റെ വലിയ തീരുമാനമല്ലേ? അങ്ങനെ എൻ്റെ വലിക്കൊരു തീരുമാനമായപ്പോഴാ ശാസ്ത്രം തോറ്റെടുത്ത് ജ്യോത്സ്യം ജയിക്കുമെന്നും പറഞ്ഞ് അമ്മ വന്നു. അമ്മ ഈടെല്ലാം തിരക്കാന്ന്. നമുക്ക് വേറെ ദിവസം വന്നാ പോരെ? പോരാ. അല്ല അല്ലെങ്കിൽ ഈ കാര്യത്തിനൊക്കെ ജ്യോത്സ്യൻ എന്ത് ചെയ്യാനാന്ന്? ഇനി പറഞ്ഞ ഡോക്ടറെ എനിക്ക് തീരെ വിശ്വാസം പോരാ. ടൂറ് പോയ കുട്ടിയുണ്ടാവും എന്ന് പറഞ്ഞ ഡോക്ടറല്ലേ പിന്നാണ്ട് വന്നോ? എന്തല്ലേ പറയുന്നത്? പ്രവൃത്തിയിൽ വ്യാഴത്തിന്റെ നോട്ടക്കുറവ് കാണുന്നുണ്ട്. അതാ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. സന്താനകാര്യവാഹകൻ വ്യാഴാണല്ലോ. എന്താ ഇയാളുടെ കർമ്മം? തന്റെ ജോലിയെക്കുറിച്ചാ ചോദിച്ചത്. ഈടെ അടുത്തൊരു കൽപ്പന നടത്തുന്ന. അപ്പോ ഭൂമിദേവിയുടെ ശാപം. ഷാബുവാ? ഇപ്പൊ എന്താ കല്ലിന് വില? ഫസ്റ്റ് കല്ലൊക്കെ ആണെങ്കിൽ ഒരു 32. വ്യാഴാധിപൻ ഉച്ചസ്ഥായിലിരിക്കുമ്പോഴാണല്ലോ കർമ്മത്തിന് വിഘ്നം തട്ടാതിരിക്കുന്നത്. ദൈവാധീനം തീരെയില്ല. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഈ കർമ്മവും കർമ്മഫലവും എല്ലാം ശരിയാവും. പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ? ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യ യന്ത്രം പൂജിച്ച് ധരിക്കണം. പിന്നെ പെരളശ്ശേരി അമ്പലത്തിൽ തൊട്ടിലും പാമ്പിന് മുട്ടിയും കൊടുക്കണം. ഗുരുവായൂരപ്പന് മുഴുക്കാപ്പ് വെണ്ണ. ഇപ്പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഇതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിതിൽ കൃത്യമായിട്ട് എഴുതി തരുന്നുണ്ട്. നല്ലോണം പ്രാർത്ഥിച്ചോ. പൂജ തീരാറായി. ദക്ഷിണ കൈ പിടിച്ചോ. അതെ, എത്ര കൊടുക്കണ്ടേ? അത് നിങ്ങളുടെ ഇഷ്ടം. പൂജാരിയുടെ മനസ്സ് നിറയണം. എന്നാലേ ചെയ്ത ഹോമത്തിന് ഗുണം കിട്ടും. എത്ര കൊടുക്കണം? 1000. നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചോളൂ. കാര്യസിദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും നേർച്ചയും നേരണം. കൃഷ്ണ, എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ കൊടുക്കണേ. ചുറ്റുവിളക്കത്തിലേക്കാമേ. ചുറ്റുവിളക്ക? എൻ്റെ മുഖത്തല്ല, അടവയ്ക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൃഷ്ണ, എൻ്റെ അമ്മ കുറച്ച് ബുദ്ധി കൊടുക്കണേ. കമലാക്ഷി, എന്നെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലേടെ? ഓ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടിപ്പാ. നീ നിന്റെ മോന്റെയും മോന്റെ ഉള്ളപ്പോ സർക്കിട്ട് പോകുമ്പോ നമ്മളെല്ലാം കാണുവാ. കമലാക്ഷി ചാനലാ? എത്ര സമയം ഞാൻ അറിയില്ല, നോക്കാം. അങ്ങട്ടേല് ഫാത്തിമ പറഞ്ഞിട്ട് എന്റെ മോന്റെ കാര്യം ഞാൻ അറിയുന്നത്. അങ്ങനെ നാട്ടിൽ കണ്ടവർ പറഞ്ഞിട്ട് അറിയേണ്ട ബന്ധാണ് നമ്മ തമ്മില്. അതിയാ വേണ്ട, പല്ലിന്റെ അടുക്ക് കൂട്ടി നാറ്റിക്കണ്ട. ഇതാണ് സാധനം, സുകുമാര കൃതം. പുരാണങ്ങളിലല്ലില്ലതാ. പണ്ട് കുന്തി കുഞ്ഞില്ലാണ്ട് വിഷമിച്ചപ്പം ഇത് കുടിച്ചിട്ടല്ലേ കുഞ്ഞിണ്ടായത്. ഉണ്ടായി വരുമ്പോഴേക്കോ 1 2 100 എണ്ണല്ലേ, 100 എണ്ണം. അത് വെച്ചിട്ടല്ലേ പുള്ളിക്കാരത്തി പണ്ട് ശ്രീകൃഷ്ണന്റെ പേര് യുദ്ധത്തിന് പിടിച്ചു നിന്നത്. എന്റെ മോന്റെ കാര്യമായതുകൊണ്ട് മറ്റൊന്നും ആലോചിച്ചില്ല. കിട്ടിയ സ്ഥലത്ത് നിന്ന് മേടിച്ചു. രാത്രി കിടക്കുന്നതിന് മുമ്പേ രണ്ടാളോട് ഓരോ സ്പൂണ് കഴിക്കാൻ പറയണോട്ടാ. 3 മാസം. 3 മാസം. മോനെ, ഇനി ഡയറ്റ് എന്തിനു കുറക്കുന്നു? മേടിച്ചു ഇന്ന് വന്നോട് മോനെ. എത്ര ചേച്ചി? 600 രൂപയിലൂടാ. 600 രൂപ? ആ
അയ്യോ ചേഞ്ച് ഇല്ലല്ലോ. ഒരു കുഞ്ഞിക്ക് വേണ്ടിട്ടല്ലടാ. കാര്യം നടന്ന കമലാക്ഷ എടുത്തിനെ കാണണ്ട പോലെ കാണണേ. അത് പിന്നെ കാണാണ്ടിരിക്കുവാണേ. അന്നേ പോട്ടാ. ആ ചായ കുടിച്ചിട്ട് പോവാണേ. നിങ്ങളെ കാത്തു നിന്നിട്ട് ഇപ്പൊ എന്നെ വൈകി. ഞാൻ പോകാട്ടാ. മര്യാദക്ക് കഴിച്ചോണം കേട്ടോ. നകുലേട്ടാ, ഈ കമ്പനി പേരൊന്നുമില്ലല്ലോ. കഴിച്ച പണി കിട്ടൂ? അത് കഴിച്ച പണി കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നല്ല കിണിപ്പിനിട്ടു. നോക്കട്ടെ. നോക്കിയേ, കഴിക്കണോ? കഴിക്കാം. നകുലേട്ടാ, ഇനി അവര് പറഞ്ഞ പോലെ പെറ്റുകൂട്ടേണ്ടി വരൂ. അതിന് നമുക്കാരോട് യുദ്ധം ചെയ്യില്ലല്ലോ.